ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് 08 എന്ന പുതിയ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻഫിനിക്സ് 08 എന്ന ഫോണിന്റെ ലൈറ്റ് വെർഷൻ ആണ്. ആദ്യം തന്നെ പറയേണ്ട കാര്യം, ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ അടുത്ത് തന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് 08 എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഫോണിന് വേണ്ടിയിട്ട് കാത്തിരിക്കണോ എന്നുള്ളതൊക്കെയാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഫിനിക്സ് 08ൽ 6.85 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കും. അതുമാത്രമല്ല ഈ ഫോണിൽ 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടച്ച് എക്സ്പീരിയൻസും ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഡ്യുവൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ കണ്ണിനൊന്നും വല്ലാതെ സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് TUV റെയിലും സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. സാധാരണ ഇൻഫിനിക്സിൻ്റെ ഫോണുകളിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഡിസൈനും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഈ ഒരു ഫോണിലും അതുപോലെ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇൻഫിനിക്സ് 08 എന്ന ഫോണിലേതുപോലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഫോണിൻ്റെ ബാക്കിലും വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റോംബോയിഡ് ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലാക്ക് ഡയമണ്ട്, ഗ്രീൻ ഡയമണ്ട്, സിൽവർ ഡയമണ്ട് എന്നിങ്ങനെ 3 കളർ വേരിയൻസ് ആണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G90T എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. സാധാരണ ഇൻഫിനിക്സിൻ്റെ ഫോണുകളിൽ ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള നല്ല പ്രോസസ്സർ ഉണ്ടാവാറില്ല. പക്ഷെ ഇവിടെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. 15,600 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G90T. പിന്നെ പറയേണ്ട ഒരു കാര്യം, 15,600 രൂപ പ്രൈസ് റേഞ്ചിൽ 8 GB റാം വെർഷനാണ് വരുന്നത്. അതുപോലെ തന്നെ 128 GB ഇന്റേണലും വരുന്നുണ്ട്. മാലി G76 എന്നുള്ള GPU ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂളിംഗ് എന്നുള്ള ടെക്നോളജിയൊക്കെ ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഗെയിമിംഗ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്മാർട്ട് ടർബോ വേർഷൻ 1.0 ആക്സിലറേഷൻ എഞ്ചിൻ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള XOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇൻഫിനിക്സ് 08 എന്ന ഫോണിൽ 64 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസറായിരുന്നു വന്നിരുന്നത്. അതാണ് ഈ 2 ഫോണുകളും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ രണ്ടാമത് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിലെ ഡെപ്ത് സെൻസറും നാലാമത് ഒരു AI ലെൻസും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു ഡ്വൽ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ വരുന്നത്. 16 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഫിനിക്സ് 08ൽ 48 മെഗാ പിക്സലിലെ ഡ്വൽ ക്യാമറ സെറ്റപ്പ് ആയിരുന്നു വന്നിരുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 15,600 രൂപയാണ്. പിന്നെ ഈ ഫോൺ എന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഈ ഫോൺ മിക്കവാറും അടുത്ത് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ടാണ് ഇൻഫിനിക്സ് 08 എന്ന ഫോൺ വരുന്നത്. അതും അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഈ ഫോൺ ഇപ്പോൾ പാകിസ്ഥാനിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലും ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.